ഗൈസ്, ബംഗളൂരു എഫ് സിയുടെ 2 വിദേശ സൈനിങ്ങുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ആദ്യത്തേത് ബ്രയാൻ സാഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അർജന്റീൻ താരത്തെ സൈൻ ചെയ്യുന്നതാണ്. അത് റിപ്പോർട്ട് ചെയ്യുന്നത് IFTWC ആണ്. 32 വയസ്സുകാരനായിട്ടുള്ള ഇദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഡിപ്പോർട്ടീവ റിസ്ട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അർജന്റീൻ ടോപ്പ് ടയർ ക്ലബ്ബിലാണ് അദ്ദേഹം കളിച്ചു വരുന്നത് എന്നുള്ളതാണ്. അപ്പം ലാസ്റ്റ് സീസണിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള താരം 38 മത്സരങ്ങളാണ് കളിച്ചത്. 3 ഗോളും 2 അസിസ്റ്റുമാണ്. അതുപോലെ ഈ സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. 14 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളുകൾ അടിച്ചു, അസിസ്റ്റുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിലുടനീളം അർജന്റീനയിൽ തന്നെയാണ് അദ്ദേഹം സ്പെൻഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഫസ്റ്റ് ടയറിലും സെക്കൻഡ് ടയറിലുമായിട്ട് തന്നെയാണ് കൂടുതൽ മത്സരങ്ങളും അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഏതാണ്ട് 131 മത്സരങ്ങൾ കരിയറിലുടനീളം കളിച്ചിട്ടുണ്ട്. അതിൽ 13 ഗോൾ 6 അസിസ്റ്റ് എന്നുള്ളതാണ്. അത് ഒരു ഗ്രേറ്റ് നമ്പറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. പക്ഷേ അദ്ദേഹം കളിച്ചത് അല്ലെങ്കിൽ കളിച്ചു വരുന്നത് അർജന്റീന പോലത്തെ ഒരു രാജ്യത്തെ ലീഗിൻ്റെ ടോപ്പ് ടയറിലൊക്കെയാണ്. അതും ടോപ്പ് ടയറിൽ നിന്നാണ് ഡയറക്റ്റ് ISLലേക്ക് ബംഗളൂരു എഫ് സിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സൈനിങ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അടുത്തത് മാർക്കസിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ബംഗളൂരു എഫ് സി ഒരു മൊറോക്കൻ സെൻട്രൽ ബാക്കിനെ, സലാഹുദ്ദീൻ ബാഹി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൊറോക്കൻ സെൻട്രൽ ബാക്കിനെ സൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിലേക്ക് ഒരു 30 വയസ്സുകാരനായിട്ടുള്ള ഒരു താരമാണ്. ഈ താരത്തെയും മൊറോക്കോയുടെ ടോപ്പ് ടയറിൽ നിന്നാണ് സൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. മൊറോക്കൻ ടോപ്പ് ടയർ ക്ലബ്ബായിട്ടുള്ള ഹസൈൻ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബിലാണ് താരം കളിച്ചു വന്നിരുന്നത് എന്നുള്ളതാണ്. കരിയറിലുടനീളം നോക്കിക്കഴിഞ്ഞാലും മൊറോക്കോയിൽ തന്നെയാണ് പ്രിഡോമിനൻ്റ്ലി കളിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു സീസൺ 2022-23 സീസണിൽ അദ്ദേഹം സൗദി ക്ലബ്ബായിട്ടുള്ള RRFC എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബിൽ കളിച്ചിട്ടുണ്ട്. അത് ടോപ്പ് ടയർ ക്ലബ്ബൊന്നും അല്ല, ഒരു തേർഡ് ടയർ ക്ലബ്ബാണ്. അവിടെ ഒരു സീസൺ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളിച്ചിട്ടുള്ളൂ. കരിയറിലുടനീളം 137ഓളം മത്സരങ്ങളാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ മത്സരങ്ങളും മൊറോക്കോൻ ടോപ്പ് ടയറിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല ആഫ്രിക്കൻ ക്ലബ് കോമ്പറ്റീഷനായിട്ടുള്ള കാഫ് കോൺഫെഡറേഷൻ കപ്പ്, അതായത് അവിടുത്തെ സെക്കൻഡ് ടയർ ആഫ്രിക്കൻ ക്ലബ് കോമ്പറ്റീഷനാണ്. നമ്മുടെ ഇവിടുത്തെ ACL2 എന്നോ അല്ലെങ്കിൽ യൂറോപ്പ ലീഗ് എന്നൊക്കെ പറയുന്ന പോലത്തെ അതിലും അദ്ദേഹം കുറച്ചധികം മത്സരങ്ങൾ കളിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മൊറോക്കോയിൽ നിന്ന് വന്നിട്ട് ഒരുപാട് പ്ലേയേഴ്സ് ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. ഇപ്പം ഹ്യൂഗോ ഗോമസ്, അഹമ്മദ് ജാഹു, ഏറ്റവും ഒടുവിൽ നോവ സദോയി, അതുപോലെ അലാദീൻ അജാരി വരെയൊക്കെ നിൽക്കുന്നു. അപ്പോൾ അതേപോലെ ഒരു സെൻറ്റർ ബാക്ക് പ്ലെയറും വന്നിട്ട് ഇവിടെ തിളങ്ങുമോ ഒക്കെ എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. എന്താണെങ്കിലും 2 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈനിങ് തന്നെയാണ് ബംഗളൂരു എഫ് സി കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ സൈനിങ് ഓഫ്.